ഹലോ എവരി വൺ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പൊട്ടൻഷ്യോമീറ്റർ റെസിസ്റ്റിവിറ്റി. അപ്പോൾ നമുക്കാദ്യം എയിം ഓഫ് ദി എക്സ്പെരിമെൻറ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ടു ഡിറ്റർമൈൻ ദ റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൻ വയർ ആൻഡ് ഹെൻസ് ടു കാൽക്കുലേറ്റ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഓഫ് വയർ. അപ്പോൾ നമുക്കിനി സർക്യൂട്ട് ഡയഗ്രാം നോക്കാം, വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്ററിൽ ഒരു പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് എ. ഓക്കെ, ഈ പോയിൻ്റ് എയിൽ നിന്ന് ആദ്യം നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് പ്രൈമറി സർക്യൂട്ടാണ്. ആദ്യം പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി, റിയോസ്റ്റാറ്റിൻ്റെ താഴെ, എന്നിട്ട് റിയോസ്റ്റാറ്റിൻ്റെ മുകളിൽ നിന്ന് കീയിൽ നിന്ന് എങ്ങോട്ട് പോകും, കീയിൽ നിന്ന് അത് ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഇവിടെ കീയിൽ നിന്ന് ബിയിലോട്ട് കേട്ടോ, കീയിൽ നിന്ന് ബിയിലോട്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, ഇത് കറക്റ്റായിട്ട് വരയ്ക്കണം. എനിക്കിപ്പം പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തത്. എന്നിട്ട് നമുക്ക് 6 കീസ് ഉണ്ട്. 1 2 3 4 5 6 എന്ന് പറഞ്ഞ് അതിൽ 2 എന്ന് പറഞ്ഞ കീ എയിൽ കണക്ട് ചെയ്യുക, 5 എന്ന് പറഞ്ഞ കീ ഗാൽവനോമീറ്റർ ടു ജോക്കി, പിന്നെ 3യും 6 എന്ന് പറഞ്ഞ കീ നമുക്കിവിടെ ഒരു അൺനോൺ റെസിസ്റ്റൻസ് വയർ കണ്ടുപിടിക്കണം, എക്സ്. അത് 1ലും 4ലും കണക്ട് ചെയ്യുക. 3യും 6 റെസിസ്റ്റൻസിൽ കണക്ട് ചെയ്യുക, ഹൈ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ അതിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇതും തമ്മിൽ കണക്ട് ചെയ്യുക. ഇതും കണക്ട് ചെയ്ത് വീണ്ടും ബാറ്ററിയുടെ പോസിറ്റീവ്, ബാറ്ററിയുടെ നെഗറ്റീവ്, പിന്നെ വീണ്ടും കീ കഴിഞ്ഞിട്ട് റിയോസ്റ്റാറ്റിൻ്റെ മുകളിൽ, മീൻസ് റിയോസ്റ്റാറ്റ് എങ്ങനെയല്ലേ ഇരിക്കുന്നേടാ, ഇത് റിയോസ്റ്റാറ്റിൻ്റെ മുകളിൽ, ഇത് റിയോസ്റ്റാറ്റിൻ്റെ താഴെ, അത് തിരിച്ച് ഇതിൽ കണക്ട് ചെയ്യുക, റെസിസ്റ്റൻസിൽ കണക്ട് ചെയ്യുക. മനസ്സിലായല്ലോ? സർക്യൂട്ട് ഡയഗ്രാം ഓക്കെ ആണല്ലോ? നല്ല വൃത്തിക്ക് വരയ്ക്കണം. ലൈക്ക് ഇതുപോലെ ആയിരിക്കും ഇരിക്കേണ്ടത്. ആദ്യം എയിൽ നിന്ന് റിയോസ്റ്റാറ്റ്, എയിൽ നിന്ന് ബാറ്ററിയിൽ നിന്ന് റിയോസ്റ്റാറ്റ്, കീ, പിന്നെ അത് കറങ്ങി കഴിയുമ്പോൾ ബി, പിന്നെ 2ൽ നിന്നും എയിലോട്ട്, 5ൽ നിന്ന് ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കിയിലോട്ട്, 3ലും 6ൽ നിന്നും റെസിസ്റ്റൻസ് ബോക്സിൽ നിന്നോട്ട്, പിന്നെ അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ വയർ കണ്ടുപിടിക്കണം. പിന്നെ എന്തുണ്ട് ഇവിടെ ബാറ്ററി ഉണ്ട്, ബാറ്ററിയുടെ പോസിറ്റീവ്, നെഗറ്റീവ്, കീ, പിന്നെ വീണ്ടും റിയോസ്റ്റാറ്റ്. ഓക്കെ ആണല്ലോ? അപ്പം എയിം എന്താണ്? ടു ഡിറ്റർമൈൻ ദ റെസിസ്റ്റൻസ് ഓഫ് എ ഗിവൻ വയർ ആൻഡ് ഹെൻസ് ടു കാൽക്കുലേറ്റ് ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ ഗിവൺ മെറ്റീരിയൽ ഓഫ് ദ വയർ. നമുക്ക് തിയറി നോക്കാം. നമുക്ക് 2 ആൾക്കാരില്ലേ, റെസിസ്റ്റൻസ് ബോക്സിലോട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് IR എന്ന് എടുക്കുക. മീൻസ് നമ്മുടെ റെസിസ്റ്റൻസ്, നോൺ റെസിസ്റ്റൻസ്, അൺനോൺ റെസിസ്റ്റൻസ് IX എന്ന് എടുക്കുക. നമുക്കറിയാം ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബാലൻസിങ് ലെങ്ത് L1 and it is directly proportional to balancing length, IX is directly proportional to balancing length L1, IR is directly proportional to balancing length L2. Okay, അപ്പം IX by IR is equal to L1 by L2. I get cancelled. X is equal to R L1 by L2. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റൻസ് കിട്ടും. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ തന്നെ X is equal to X by R square by L. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും, എല്ല് കിട്ടും, പൈ കിട്ടും. ആർ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? ആർ സ്ക്വയർ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? യൂസിങ് സ്ക്രൂ ഗേജ്, അതിൻ്റെ PSR HSR, നമുക്ക് അതിൻ്റെ ഡയമീറ്റർ കിട്ടും. ഡയമീറ്റർ എടുത്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം? നമ്മളതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അങ്ങനെ നമുക്ക് കിട്ടും. നമുക്കിനി ടാബുലർ കോളത്തിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ടാബുലർ കോളം. ആദ്യം നമുക്ക് ട്രയൽ സീരിയൽ നമ്പറാണ്. ബാലൻസിങ് ലെന്ത് ഫോർ എക്സ്, എന്നിട്ട് ബാലൻസിങ് ലെന്ത് ഫോർ R, പിന്നെ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. എങ്ങനെയാണ്? X is equal to R into L1 by L2. ഓക്കെ ആണല്ലോ? അപ്പോൾ ആദ്യം നിങ്ങളിത് പഠിക്കേണ്ട എയിം പഠിക്കുക, തിയറി പഠിക്കുക, സർക്യൂട്ട് ഡയഗ്രാം പഠിക്കുക, സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കുക, ടാബുലർ കോളം പഠിക്കുക. നിങ്ങൾക്ക് പ്രൊസീജിയറൊക്കെ നിങ്ങളേതായ രീതിയിൽ എഴുതാവുന്നതേ ഉള്ളൂ. പിന്നെ സ്ക്രൂ ഗേജിൻ്റെ ലീസ് കൗണ്ട് നേരെ പഠിച്ച് വെച്ചിരിക്കുക. പിന്നെ ഈ ടാബുലർ കോളം ഡയമീറ്റർ കണ്ടുപിടിക്കണം, അതൊന്ന് റേഡിയസ് കണ്ടുപിടിക്കും, റെസിസ്റ്റൻസ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.